വെളിപാടിലെ സർപ്പത്തെക്കുറിച്ചാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. വെളിപാടിലെ സർപ്പത്തെക്കുറിച്ച് 12ഉം 13ഉം അധ്യായങ്ങളിലാണ് പ്രധാനമായും സർപ്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ നാം കാണുന്നത് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. വീണ്ടും നമ്മൾ കാണുന്നു അഗ്നിമയനായ ഉഗ്രസർപ്പം, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം. ഈ 3 പ്രതീകങ്ങളാണ് വെളിപാട് 12ഉം 13ലും നാം പ്രധാനമായും കാണുന്നത്. ആദ്യ ഭാഗത്ത് സ്ത്രീയുമായുള്ള സർപ്പത്തിന്റെ യുദ്ധമാണ്. രണ്ടാം ഭാഗത്ത് സർപ്പം തന്റെ അധികാരം മൃഗത്തിന് കൈമാറുന്നതും മൃഗത്തിന്റെ പ്രവൃത്തികളുമാണ്. അതോടൊപ്പം മൃഗവും സർപ്പവും ആരാധിക്കപ്പെടുന്നത്. ഈ വിഷയങ്ങളാണ് പ്രധാനമായും നമ്മൾ 12ഉം 13ഉം അധ്യായങ്ങളിൽ വെളിപാടിൽ കാണുന്നത്. സ്ത്രീയെക്കുറിച്ചുള്ള വർണ്ണന ഇങ്ങനെയാണ്. 12ആം അധ്യായം 1-ാം വാക്യമാണ് പറയുന്നത്: സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഇങ്ങനെയാണ് സ്ത്രീയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ഈ സ്ത്രീയെക്കുറിച്ചുള്ള ഈ വർണ്ണന, ഈ സ്ത്രീ ആരാണെന്നുള്ള വിഷയത്തിൽ പല സഭകൾക്കും പല കാഴ്ചപ്പാടുകളാണുള്ളത്. പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത ടീച്ചിങ്ങുകളിൽ ഈ സ്ത്രീയെക്കുറിച്ച് പല രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ട്. എന്നാൽ കത്തോലിക്ക സഭയിൽ ഈ സ്ത്രീയെക്കുറിച്ചുള്ള പ്രധാനമായ പ്രതിപാദ്യത്തിൽ പരിശുദ്ധ കന്യകാമറിയമാണ് ഈ സ്ത്രീ എന്ന പ്രബോധനമാണ് കത്തോലിക്ക സഭ മുൻപോട്ട് വെക്കുന്നത്. എന്നാൽ പെന്തക്കോസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് CSC സഭകളിൽ അവരുടെ പാസ്റ്റർമാരും പ്രബോധകരും 12ആം അധ്യായം 1-ാം വാക്യത്തിലെ ഈ സ്ത്രീ പഴയ ഇസ്രായേൽ ആണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. വേറൊരു വിഭാഗം യേശു സ്ഥാപിച്ച സഭയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്ത്രീ പരാമർശത്തിൽ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള വചനഭാഗങ്ങളെല്ലാം എല്ലാ സഭകളും വിശദീകരിക്കുന്നത്. അപ്പോൾ ആ വിശദീകരണത്തിൽ പല പല മാറ്റങ്ങളും ഉണ്ട്. പഴയ ഇസ്രായേൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് സർപ്പത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു രീതിയിലുള്ള വ്യാഖ്യാനവും, അതല്ല സഭ എന്നുള്ള രീതിയിൽ സർപ്പത്തെ വ്യാഖ്യാനിക്കുമ്പോൾ മറ്റൊരു രീതിയിലും, പരിശുദ്ധ കന്യാമറിയം ആണ് ഈ സ്ത്രീ എന്നുള്ള ഒരു പഠനത്തിലൂടെ പോകുമ്പോൾ വേറൊരു വിശദീകരണ രീതിയുമാണ് നാം കണ്ടുവരുന്നത്. കത്തോലിക്ക സഭയിൽ വെളിപാട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ 1000-ൽ കൂടുതൽ ബുക്കുകൾ സഭയുടെ ഔദ്യോഗികമായ മേഖലകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് CSA സഭകളിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള വെളിപാട് വ്യാഖ്യാനങ്ങൾ ബുക്കുകളിലായി പ്രചരിക്കുന്നുണ്ട്. നമ്മളിവിടെ കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് ആ സ്ത്രീ പരിശുദ്ധ കന്യാമറിയമാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്. 1950 നവംബർ 1-ാം തീയതി പയസ് 12-ാമൻ മാർപ്പാപ്പ വെളിപാടിലെ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് തനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങളിൽ മാതാവ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിനെ പഠിപ്പിക്കുന്നുണ്ട് താൻ വെളിപാടിലെ സ്ത്രീയാണ് എന്ന്. എന്നാൽ മറ്റൊരു സംഭവമാണ് ഇതിന് അടിസ്ഥാനമായി സഭയിൽ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, 1947 ഏപ്രിൽ 12-ാം തീയതി റോമിൽ താമസിച്ചിരുന്ന ബ്രൂണോ കൊർണാക്കിയോള എന്ന റെയിൽവേ ഉദ്യോഗസ്ഥന്റെ ഒരു അനുഭവ കഥയാണ് അത്. ബ്രൂണോ കൊർണാക്കിയോള തന്റെ 10ഉം 7ഉം 4ഉം വയസ്സുള്ള 3 മക്കളെയും ചേർത്തുകൊണ്ട് ഇസോല, കാർലോ, ജിയാൻ ഫ്രാങ്കോ എന്ന 3 മക്കളുമായി ഒരു പിക്നിക്കിന് പോകുവാൻ തീരുമാനിച്ചു. അവർ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് പിക്നിക്കിന് പോകുവാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ തങ്ങൾ പോകേണ്ട ട്രെയിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അതിനാൽ അവർക്ക് ട്രെയിൻ ലഭിച്ചില്ല. അപ്പോൾ അവർ തങ്ങളുടെ പിക്നിക് പ്രോഗ്രാം വേറൊരു രീതിയിലേക്ക് മാറ്റി. അവർ റോമിന്റെ പുറത്തുള്ള വിശുദ്ധ പൗലോസിന്റെ രക്തസാക്ഷി മണ്ഡപത്തിനടുത്തുള്ള ഒരു ദേവാലയ പരിസരത്തിലേക്ക് അവരുടെ യാത്ര മാറ്റിവെച്ചു. അവർ ആ ദേവാലയ പരിസരത്തിൽ എത്തുകയും അവിടെയുള്ള യൂക്കാലിപ്സ് ചെടികളുടെ കീഴെ ആ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ആ സമയത്ത് ബ്രൂണോ തന്റെ ബൈബിളുമായി ഒരു ബെഞ്ചിലിരുന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയായിരുന്നു. മറ്റൊന്നുമല്ല, മറിയം അമലോത്ഭവയാണെന്നുള്ള പഠനത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയുള്ള വചനങ്ങൾ ബൈബിളിൽ തേടുകയും ഇനി വരുവാനിരിക്കുന്ന ഒരു ഡിബേറ്റിന് വേണ്ടി അവൻ ഒരുങ്ങുകയുമായിരുന്നു. മറിയം അമലോത്ഭവയല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടിയുള്ള
വചനങ്ങളാണ് അവൻ ബൈബിളിൽ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അവനും അവന്റെ ഭാര്യയും കത്തോലിക്ക വിശ്വാസികളായിരുന്നു. അവർ കത്തോലിക്ക വിശ്വാസത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അവന്റെ ചില പ്രൊട്ടസ്റ്റന്റ് സുഹൃത്തുക്കൾ അവനോട് പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ പങ്കുവെക്കുകയും അതിൽ അവൻ ആകർഷണനാകുകയും അതിൽ അവൻ വിശ്വസിക്കുകയും ചെയ്തു. തന്റെ ഭവനത്തിൽ വന്ന് തന്റെ ജീവിത പങ്കാളിയോടും ഈ ആശയങ്ങൾ അവൻ പങ്കുവെച്ചു. എന്നാൽ അവൾ അത് സ്വീകരിച്ചില്ല. പകരം അവൾ കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതിനാൽ അവരുടെ കുടുംബത്തിൽ അനേക പ്രശ്നങ്ങൾ ഉണ്ടായി. അവർ തമ്മിൽ വഴക്കായി, പ്രശ്നമായി. അവൻ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ കുടുംബ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു അവസരത്തിലായിരുന്നു അവൻ തന്റെ 3 മക്കളെയും കൊണ്ട് പിക്നിക്കിന് പോകുവാൻ തീരുമാനിച്ചത്. എന്നാൽ അവൻ ഭാര്യയോടുള്ള കോപം കാരണം ഭാര്യയെ കൂടെ കൂട്ടിയില്ല. അവനും മക്കളും തനിയെ പിക്നിക്കിന് ഒരുങ്ങുകയും അങ്ങനെ അവർ ഈ സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം പ്രതി അവൻ മുതിർന്ന കുട്ടികളെ ദേവാലയത്തിൽ വിടാതെയുമായി ഇളയ കുട്ടിക്ക് ജ്ഞാനസ്നാനവും നൽകിയിരുന്നില്ല. ബ്രൂണോ അവിടേക്ക് കടന്നു വരുമ്പോൾ മറിയത്തിന്റെ ഒരു ഗ്രോട്ടോയുടെ മുൻപിലൂടെയായിരുന്നു അവർ കടന്നു വന്നത്. അപ്പോൾ ഗ്രോട്ടോയുടെ അടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: വിർജിൻ മദർ, കന്യകാ മേരി അമ്മ. അവനിത് കണ്ടപ്പോൾ അവൻ പെൻസിൽ കൊണ്ട് തന്റെ നോട്ട്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: നീ കന്യകയുമല്ല, നീ അമ്മയുമല്ല. അത്രത്തോളം അവന് പരിശുദ്ധ മറിയത്തിന്റെ നാമം ഉയർത്തപ്പെടുന്നതിനെയും വണങ്ങുന്നതിനെയും എല്ലാം അവൻ എതിർക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നു. അവൻ തന്റെ ഡിബേറ്റിൽ മറിയത്തിനെ ഇകഴ്ത്തുവാൻ വേണ്ടിയുള്ള ഒരുക്കത്തിനായി ബൈബിൾ വചനങ്ങൾ തേടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ മുതിർന്ന കുഞ്ഞ് വന്നുകൊണ്ട് തങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ബാൾ നഷ്ടപ്പെട്ടുവെന്നും അത് അന്വേഷിക്കുവാൻ കൂടെ വരണമെന്നും അവനെ നിർബന്ധിച്ചു. അവൻ തന്റെ മകന്റെ കൂടെ ബാൾ അന്വേഷിക്കുവാനായി കടന്നു ചെന്നു. അവർ അന്വേഷിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു ഇരുണ്ട ഗുഹയുടെ മുൻപിൽ അവൻ കാണുകയാണ് തന്റെ ഏറ്റവും ഇളയ കുട്ടിയായ ജിയായിൻ ഫ്രാങ്കോ മുട്ടുമേൽ നിന്നുകൊണ്ട് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു: സുന്ദരിയായ സ്ത്രീ, സുന്ദരിയായ സ്ത്രീ. അവനിത് കാണുകയും കേൾക്കുകയും ചെയ്തു അത്ഭുതപ്പെട്ടു. അവന് അതിശയമായി. ഇത് കണ്ടപ്പോൾ അവന് ഭയം വർദ്ധിച്ചു. അവനാണെങ്കിലോ ആ ഗുഹയിൽ ഒന്നും കണ്ടതുമില്ല. തന്റെ ഈ മകന്റെ അവസ്ഥ കണ്ട് അവൻ തന്റെ മുതിർന്ന കുട്ടികളെ നോക്കി. അവരും ഒന്നും കണ്ടില്ല. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ആ കുട്ടികളും ഒരു പ്രത്യേക രീതിയിലാകുകയും മുട്ടുകൾ കുത്തുകയും അവരും ഇതേ കാര്യം പറയുകയും ചെയ്യുന്നത് അവൻ കേട്ടു: സുന്ദരിയായ സ്ത്രീ, സുന്ദരിയായ സ്ത്രീ. അതിനുശേഷം 3 കുട്ടികളും അവിടെ കമിഴ്ന്നു വീണു പ്രാർത്ഥിച്ചു. കണ്ടപ്പോൾ ആകെ അവന് പരിഭ്രമമായി. അവൻ ഭയന്നുപോയി. പെട്ടെന്ന് തന്നെ അവനും ഒരു പ്രത്യേക ആത്മീയ അവസ്ഥയിലേക്ക് മാറി. അവന്റെ കണ്ണിലേക്ക് പ്രകാശം ഇരച്ചു കയറി. അവന് ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി. അവന്റെ കണ്ണുകൾ അന്ധമായി. അത്രത്തോളം പ്രകാശം അവന്റെ കണ്ണിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് അവന് കാഴ്ച ക്ലിയർ ആയപ്പോൾ അവൻ കാണുകയാണ് പ്രകാശത്തിൽ നിറഞ്ഞ ഗുഹ. ആ ഗുഹയ്ക്കുള്ളിൽ അവന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം സുന്ദരിയായ ഒരു സ്ത്രീ. ഒരു സ്വർണവർണ്ണ പ്രകാശം അവളുടെ ശിരസിനു ചുറ്റും കാണപ്പെട്ടു. കറുത്ത മുടി, പ്രകാശമാനമായ ഒരു വെളുത്ത വസ്ത്രം അവൾ ധരിച്ചിരുന്നു. വെളിപാട് പുസ്തകത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറയുന്നത് പോലെ സൂര്യപ്രകാശത്താൽ നിറഞ്ഞ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ. ഒരു പ്രകാശമാനമായ റോസ് ഇടക്കച്ച അവൾ ധരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നല്ല പ്രകാശമുള്ള പച്ച മേലങ്കിയും അവൾ ധരിച്ചിരുന്നു. ഇത് കണ്ട് അവനും അത്ഭുത പരതന്ത്രനായി മുട്ടുമേൽ വീണു. ആ കണ്ട സ്ത്രീ അവനെ തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി: ഞാൻ പിതാവിന്റെ മകൾ, പുത്രന്റെ അമ്മ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും ആലയവും. അങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധ കന്യക അവനെ തന്നെ പരിചയപ്പെടുത്തി. അവളുടെ പാദങ്ങളുടെ മുകളിൽ ഒരു കറുത്ത തുണി, അതിൽ യേശുവിന്റെ ക്രൂശിത രൂപം ആലേഖനം ചെയ്തിരുന്നു. അവൾ രണ്ടാമതും തന്നെ അവന് പരിചയപ്പെടുത്തി: ഞാനാകുന്നു വെളിപാടിലെ കന്യക. മറിയത്തിന്റെ അസ്തിത്വത്തെയും മറിയത്തിന്റെ മഹിമയെയും മറിയത്തിന്റെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്നതിനെയും അവഹേളിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത അവന്റെ മുന്നിൽ തന്നെ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താൻ പിതാവിന്റെ മകളാണെന്നും പുത്രനായ യേശുവിന്റെ അമ്മയാണെന്നും
പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണെന്നും പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും അവന് വെളിപ്പെടുത്തുകയും താൻ വെളിപാടിലെ കന്യകയാണ്, വെളിപാടിലെ സ്ത്രീയാണ് എന്ന് അവന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവത്തോടുകൂടി അവന് മാനസാന്തരമുണ്ടാകുകയും തന്റെ ഇളയ കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകുകയും അവൻ വിശ്വാസ ജീവിതം സ്വീകരിച്ച് അവനൊരു വലിയ സാക്ഷിയായി, പരിശുദ്ധ കന്യാമറിയത്തിന്റെ വലിയ സാക്ഷിയായി അവൻ മാറുകയും ചെയ്തു. ഇങ്ങനെ പല മിസ്റ്റിക്കുകൾക്കും പലർക്കുമുണ്ടായ ദൈവിക അനുഭവവും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സ്വർഗത്തിന്റെയും വെളിപ്പെടുത്തലിൽ നിന്നുമാണ് 12-ാം അധ്യായത്തിൽ കാണുന്ന ഈ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവളെക്കുറിച്ച് പറയുകയാണ്, അവൾ ഗർഭിണിയായിരുന്നു, പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സർപ്പവും ഹവ്വായും ആദവും ശാപഗ്രസ്തരായതിനു ശേഷം ദൈവം സർപ്പത്തോട് പറയുന്നുണ്ട്, സ്ത്രീയും നീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. നീ അവളുടെ കുതികാലിൽ കടിക്കും, അവളുടെ മകൻ നിന്റെ തല തകർക്കും. ഈ വചന അടിസ്ഥാനത്തിൽ ആ സ്ത്രീ തന്നെയാണ് വെളിപാടിലെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പഠനം ഇങ്ങനെയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം ജ്ഞാനമാണെന്നും ഈ ജ്ഞാനം മാംസം ധരിച്ചതാണ് പരിശുദ്ധ കന്യകാമറിയമെന്നും ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികൾക്ക് മുൻപും സൃഷ്ടിക്കപ്പെട്ടത് ജ്ഞാനമാണെന്നും, അതായത് മറിയമാണ് ഏറ്റവും ആദ്യത്തെ സൃഷ്ടി എന്നുള്ള ഒരു പഠനം കത്തോലിക്കരുടെ ഇടയിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ പഠനാടിസ്ഥാനത്തിൽ മറിയം ഭൂമിയിൽ അവതരിക്കുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിലായിരിക്കുമ്പോഴേ അവൾ യേശുവിനെ തന്റെ ഉദരത്തിൽ വഹിച്ചിരുന്നുവെന്നും യേശുവിനെ ഭൂമിയിൽ മക്കൾക്ക് നൽകുവാൻ വേണ്ടിയുള്ള അവളുടെ വേദനയാണ് ഈ പ്രസവ വേദനയായും പ്രസവ ക്ലേശമായും വെളിപാട് 12:2 പറയുന്നതെന്നും ഒരു പഠനം നിലനിൽക്കുന്നു. ഈ സ്ത്രീയെക്കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷമാണ് വീണ്ടും സർപ്പത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യം നമ്മൾ 12-ാം അധ്യായത്തിൽ കാണുന്നത്. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. ഈ വചനഭാഗത്തെ ഏകദേശം കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ്, പെന്തക്കോസ്ത സഭകൾ ഒരേ രീതിയിലാണ് വ്യാഖ്യാനിച്ച് കാണുന്നത്. ഏകദേശം അടുത്തടുത്ത രീതികളിൽ വ്യാഖ്യാനിച്ച് കാണുന്നു. സർപ്പത്തിന്റെ 7 തലകളെ കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ അത് 7 സാമ്രാജ്യങ്ങളാണെന്നും ഈ തലകളിലുള്ള 10 കൊമ്പുകൾ അതിന്റെ 10 സാമന്ത രാജ്യങ്ങളാണെന്നും ഈ തലകളിലുള്ള 7 കിരീടങ്ങൾ അവയുടെ അധികാരത്തിന്റെ ചിഹ്നമാണെന്നും എല്ലാവരും പഠിപ്പിക്കുന്നു. അതിന്റെ വാൽ ആകാശത്തിൽ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. 2 കാര്യങ്ങളാണ് പറയുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ 3-1 ഭൂമിയിലേക്ക് വാലുകൊണ്ട് ചുരുട്ടിയെറിഞ്ഞു. രണ്ടാമതായിട്ട് സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാനായി സർപ്പം കാത്തുനിന്നു. ഇവിടെ ആകാശത്തിലെ നക്ഷത്രമെന്ന് പറയുമ്പോൾ മാലാഖ വൃന്ദങ്ങളെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പറയുകയാണ്, സർപ്പം തന്റെ വാല് കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ 3-1 വാരി ഭൂമിയിലേക്ക് എറിഞ്ഞു. നമ്മൾ ഈ 12-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിലും വെളിപാടിന്റെ 20-ാം അധ്യായം 2-ാം വാക്യത്തിലും കാണുന്നുണ്ട് സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം. സർപ്പത്തെക്കുറിച്ച് പറയാണ് സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം. അതായത് ആദത്തെയും ഹവ്വായെയും വഞ്ചിച്ച സർപ്പമാണ് ഇതെന്ന് നാം മനസ്സിലാക്കണം. ഈ പറയുന്ന എല്ലാം സർപ്പം, പുരാതന സർപ്പം, സാത്താൻ, പിശാച് എല്ലാം ഒരു വ്യക്തിയാണെന്ന് നമുക്കിതിൽ നിന്നും അനുമാനിക്കാം. സാത്താൻ, പിശാച് ലൂസിഫർ ആണെന്നും നമുക്കറിയാം. അവൻ ഈ മാലാഖ വൃന്ദങ്ങളെ വഴിതെറ്റിക്കുകയും അവരെ പിശാചാക്കി മാറ്റുകയും ചെയ്തു. അവർ ഭൂമിയിലേക്ക് അധപ്പതിച്ചുവെന്ന് വചനം പറയുന്നു. മാലാഖമാരിൽ 3-1 പേർ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞപ്പോൾ സർപ്പം സ്വർഗത്തിൽ ഈ സ്ത്രീക്കെതിരെ നിലകൊണ്ടു. അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനായി മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന യേശു ക്രിസ്തുവിനെ തടയുവാനായി
അവൻ സ്വർഗത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് മുമ്പിൽ കാവൽ നിന്നുവെന്ന് പറയപ്പെടുന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ഈ 5-ാം വചനത്തിൽ പറയുകയാണ്, അവളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ഈ 5-ാം വചനം തുടങ്ങി അവസാനിക്കുന്നത് വരെയും യേശുവിന്റെ ജനനം മുതൽ ഉദ്ധാനം, സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾ ഈ ഒറ്റ വചനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പലപ്പോഴും നമ്മൾ യേശുവിന്റെ ജനനവും യേശുവിന്റെ സ്വർഗാരോഹണവും വരെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ കാണേണ്ടത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനം മുതൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം വരെയുള്ള കാലഘട്ടം ഈ 5-ാം വചനത്തിൽ നമ്മൾ കാണണം. പരിശുദ്ധ കന്യകാമറിയം ഭൂമിയിൽ അവതരിക്കുന്നു. അവളുടെ കല്യാണം, യേശുവിന്റെ ജനനം, യേശുവിന്റെ വളർച്ച, യേശുവിന്റെ പരസ്യജീവിതം, യേശുവിന്റെ ക്രൂശീകരണം, യേശുവിന്റെ മരണം, പാതാള സന്ദർശനം, ഉദ്ധാനം, സ്വർഗാരോഹണം, പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണം, ഇത്രയും ഈ വചനത്തിൽ നമ്മൾ കാണണം. ഇത്രയും സംഭവങ്ങൾ ആ വചനത്തിൽ കാണുന്നുണ്ട്. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചത് മുതൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് അവൻ സന്മഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനനം മുതൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾ നമ്മൾ മനസ്സിൽ കുറിച്ചിട്ടുകൊള്ളണം. അതിനുശേഷം 6-ാം വചനം പറയുകയാണ്, ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണം വരെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണണമെന്ന് പറഞ്ഞു. സ്വർഗാരോപണം കഴിഞ്ഞിട്ടാണ് പരിശുദ്ധ കന്യാമറിയത്തെ കാണുന്നതെങ്കിൽ അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവളെക്കുറിച്ചുള്ള അറിവ്, അവളെക്കുറിച്ചുള്ള പ്രബോധനം, അവളെ സ്വീകരിക്കുന്നത്, മനുഷ്യർ അവളെ ഉൾക്കൊള്ളുന്നതും സ്വീകരിക്കുന്നതിനെയും കുറിച്ച്, അവൾ സ്വർഗത്തിൽ ത്രിലോകരാജ്ഞിയായി വസിക്കുമ്പോഴും വിശ്വാസത്തിലൂടെ മരുഭൂമിയാകുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവൾ വസിക്കുന്നു. അവളെ വിശ്വസിക്കുകയും അവളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയങ്ങളാണ് ഇവിടെ മരുഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. മരുഭൂമിയാകുന്ന നമ്മുടെ ഹൃദയത്തിൽ അവൾ വസിക്കുന്നു. ദൈവം ഓരോ മനുഷ്യന്റെയും മരുഭൂമിയാവുന്ന ഹൃദയത്തിലേക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് അവൾക്ക് വാസം അനുവദിച്ചു തന്നിരിക്കുന്നു. ഈ രീതിയിൽ ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഇനിയുള്ള വചനവും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വീണ്ടും വചനം പറയുകയാണ്, 7-ാം വചനം, അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി, സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. അപ്പോൾ സ്വർഗത്തിലൊരു യുദ്ധം, അവിടെ മിഖായേലും അവന്റെ സൈന്യവും, മറുവശത്ത് സർപ്പവും അവന്റെ അനുയായികളും. ആ യുദ്ധത്തിൽ സർപ്പം പരാജയപ്പെടുകയും മിഖായേൽ മാലാഖയും സൈന്യം വിജയിക്കുകയും സർപ്പം അവിടെ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുന്നു. വചനം പറയുകയാണ്, എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. സാത്താന്, പിശാചിന്, സർപ്പത്തിന്, അവന്റെ സൈന്യത്തിന് സ്വർഗത്തിൽ ഇടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവന്റെ ദൂതന്മാരും. അപ്പോൾ സ്വർഗത്തിലുണ്ടായ യുദ്ധത്തിൽ സാത്താൻ വലിച്ചെറിയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നും അവൻ വലിച്ചെറിയപ്പെട്ടത്? 2 കാര്യങ്ങൾ അതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, യേശു ക്രിസ്തു ഉദ്ധിതനായി സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിച്ചു. 2ാമത് പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയായി സ്വർഗത്തിൽ പ്രവേശിച്ചു. അതിനുശേഷമാണ് ഈ യുദ്ധം സംഭവിക്കുന്നത്. ഈ യുദ്ധത്തിൽ മിഖായേൽ മാലാഖ സാത്താനെ വെട്ടിവീഴ്ത്തുകയും സ്വർഗത്തിൽ പരാജിതരായി അവർ ഭൂമിയിലേക്ക് പതിക്കുകയുമാണ്. ഭൂമിയിലുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ മറിയത്തെയും യേശുവിനെയും നശിപ്പിക്കുവാനും അകറ്റുവാനുമുള്ള അവന്റെ പ്രവൃത്തികൾ ഭൂമിയിൽ തുടങ്ങുകയും ചെയ്തു. ഈ പൈശാചിക ഗണങ്ങൾ സ്വർഗത്തിൽ നിന്നും നിബന്ധിച്ചപ്പോൾ സ്വർഗത്തിലൊരു സ്വരമുണ്ടായി. അവിടെ ഒരു സ്വരം വിളിച്ചു പറയുന്നത് കേട്ടതായി യോഹന്നാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു.
അപ്പൊ എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. ആരാണ് അഭിഷിക്തൻ? യേശുക്രിസ്തു. യേശുക്രിസ്തുവായ അഭിഷിക്തനായ രാജാവിന്റെ അധികാരം സ്വർഗത്തിൽ ആഗതമായിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ ദൈവസമക്ഷം ഈ സാത്താൻ അല്ലെങ്കിൽ പിശാച്, ഈ പുരാതന സർപ്പം, അവന്റെ സൈന്യം സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ആ സഹോദരന്മാരെ, യോഹന്നാൻ പറയുകയാണ്, തന്റെ സഹോദരന്മാരെ പഴിപറയുകയും ദുഷിക്കുകയും ചെയ്യുകയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ആരാണ് അവരെന്ന് വീണ്ടും വചനം പറയാണ്, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. വിശുദ്ധ ഗണത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ഗണത്തെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവസമക്ഷം നിരന്തരം പഴി പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് മിഖായേൽ മാലാഖയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി സ്വർഗത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞത്. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. സ്വർഗത്തിൽ നിന്നും പിശാച് നിലംപതിച്ചു. എന്നാൽ ഭൂമിയെ, സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയും യേശുവും സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടുന്ന് സാത്താന്യഗണം മുഴുവനും, അവശേഷിച്ചിരുന്ന സാത്താന്യഗണം മുഴുവനും ഭൂമിയിൽ പതിച്ചിരിക്കുന്നു. ഇനി ഭയപ്പെടേണ്ടത് ഭൂമിയിൽ വസിക്കുന്ന നമ്മളാണ്. നമുക്കെതിരെയാണ് അവന്റെ യുദ്ധം. ആ യുദ്ധം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. ഇവിടെ സർപ്പം പുറപ്പെടുകയാണ്. പരിശുദ്ധമ്മ സ്വർഗത്തിലാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ പറയുകയാണ്, ആ സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സ്ത്രീ ഇപ്പോൾ എവിടെയാണ്? സ്ത്രീ വിശ്വാസികളായ മക്കളുടെ ഹൃദയത്തിൽ, ആ മരുഭൂമിയിൽ ദൈവം നിശ്ചിത കാലത്തേക്ക് ഒളിപ്പിച്ചിരിക്കുകയാണ്. സാത്താന് കാണാൻ കഴിയാത്ത വിധം, തൊടാൻ കഴിയാത്ത വിധം നിശ്ചിത കാലത്തേക്ക് ഓരോ ഹൃദയങ്ങളുടെ ഉള്ളിലും പരിശുദ്ധ അമ്മയെ ഒളിപ്പിച്ചിരിക്കുകയാണ് ദൈവം. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. അപ്പം ഈ ഹൃദയങ്ങളിൽ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി സാത്താന്റെ ഒരു കുടിലതന്ത്രത്തിലും അകപ്പെട്ട് മറിയം ഈ മരുഭൂമിയിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ വേണ്ടി, ഹൃദയമാകുന്ന നമ്മുടെ മരുഭൂമിയിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ വേണ്ടി അവൾക്ക് 2 വലിയ കഴുകന്റെ ചിറകുകൾ പോലെയുള്ള ചിറകുകൾ നൽകപ്പെട്ടു. അതുകൊണ്ട് അവളെ കണ്ടെത്താനോ നശിപ്പിക്കാനോ അവന് കഴിയാതെ പോയി. വീണ്ടും വചനം പറയാണ്, സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം പുറപ്പെടുവിച്ചു സ്ത്രീയെ ഒഴുക്കിക്കളയാൻ എന്ന് പറയുമ്പോൾ ജലം വചനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ സർപ്പത്തിന്റെ സന്തതികൾ, സർപ്പത്തിന്റെ കൂട്ടാളികൾ, സർപ്പം പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ഇവരിലൂടെയെല്ലാം സർപ്പം വിശ്വാസികളായ മക്കളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തെ ഒഴുക്കി കളയുവാൻ വേണ്ടി വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. വചനമാകുന്ന ജലം അവൻ ഒഴിച്ചുകൊണ്ടേയിരുന്നു. വചനം അനേകം തെറ്റായ പ്രബോധകർ അവരുടെ തെറ്റായ വചന പ്രഘോഷണങ്ങളിലൂടെ പരിശുദ്ധ കന്യാമറിയത്തെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ നിന്നും എടുത്തു കളയുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. വചനം പറയുകയാണ്, എന്നാൽ ഭൂമി അവളെ സഹായിച്ചു, അത് വായ് തുറന്നു സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഈ അനേക വ്യക്തികളിലൂടെ സാത്താൻ ഉപയോഗിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ നാമത്തെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുവാൻ വേണ്ടി, ഓരോ വ്യക്തികളുടെ ഉള്ളിൽ നിന്നും ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഒഴുക്കുന്ന ഈ വചനമാകുന്ന നദിയെ ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ കാണാം, എത്രയോ പ്രബോധനങ്ങളാണ്, എത്രയോ പ്രസംഗങ്ങളാണ്, എത്രയോ ടീച്ചിങ് ആണ് പരിശുദ്ധ മറിയത്തിന് എതിരെ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇനി ഉണ്ടാകാനിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഈ ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളയും. എത്രയോ പ്രബോധനങ്ങൾ എല്ലാം ഈ ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളയുകയാണ്. ഓരോ മരുഭൂമിയാകുന്ന ഹൃദയങ്ങളിലും പരിശുദ്ധ കന്യകാമറിയം തൻ്റെ വൻ ചിറകുകളുമായി സുരക്ഷിതമായി വസിക്കുകയും
ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സ്ത്രീയെ ലഭിക്കാത്തത് കാരണം അവൻ എന്ത് ചെയ്തെന്നാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ആ സ്ത്രീയോട് കോപമുണ്ടായി. എന്നിട്ട് അവൻ ചെയ്ത കാര്യം എന്താണ്? ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അപ്പോൾ ആരോടാണ് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത്? ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവനും അവളുടെ സന്തതികളിൽ ശേഷിക്കുന്നവരോട്. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയുള്ളവരെയാണ് സാത്താൻ ആക്രമിക്കുന്നത്? 3 കാര്യങ്ങൾ. ഒന്ന്, അവളുടെ സന്തതി ആയിരിക്കണം. അവളുടെ സന്തതികളെ അവൻ ഉപദ്രവിക്കൂ. ദൈവകൽപ്പനകൾ കാക്കുന്നവരായിരിക്കണം, പാപം ചെയ്യാതെ ദൈവകൽപ്പനകൾ കാത്ത് ജീവിക്കുന്നവർ. 3-മത്, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കാം. യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവനെയും അവൻ ഉപദ്രവിക്കും. അപ്പൊ 3 ക്വാളിറ്റി ഉള്ളവരെയാണ് സാത്താൻ ഉപദ്രവിക്കുന്നത്. ദൈവകൽപ്പനകൾ കാക്കുന്നവർ, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർ, അവളുടെ സന്തതികൾ, മറിയത്തിന്റെ സന്തതികൾ. സാത്താൻ ഒരിക്കലും ഇങ്ങനെയുള്ള വ്യക്തികളെ അനുവദിക്കുകയില്ല. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, പല ദൈവിക ശുശ്രൂഷകളിലും വചനപ്രഘോഷണങ്ങളിലും മറിയത്തെ ഉയർത്താത്ത വചനപ്രഘോഷണങ്ങൾക്ക് ഒരു തടസ്സം നമ്മൾ കാണാറില്ല. അത് ഫ്രീ ആയിട്ട് പെട്ടെന്ന് ആ ശുശ്രൂഷകൾ വളരുകയും പ്രചരിക്കുകയും ചെയ്യുന്നത് കാണാം. എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയാണ്. അവർക്ക് പ്രസംഗിക്കാനോ പ്രഘോഷിക്കാനോ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനോ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എല്ലാ മേഖലകളും തടസ്സപ്പെടുത്തുവാൻ സാത്താൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്താണ് ചെയ്തത്? അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചുകൊണ്ട് അവൻ കാത്തു നിൽക്കുകയാണ്. 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ കാണുന്നത് ഇങ്ങനെയാണ്: കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു. ഇതാ മൃഗത്തിന്റെ ആഗമനമായി. മൃഗം കടന്നു വരുന്നു. കടലിൽ നിന്ന് മൃഗം കടന്നു വരുമ്പോൾ സർപ്പം എവിടെയാണ്? അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിൽക്കുകയാണ്. സമുദ്രത്തിൽ നിന്നും ആര് കടന്നു വരുന്നു? മൃഗം കടന്നു വരുന്നു. അതിന് 10 കൊമ്പുണ്ട്, 7 തലയും. നമ്മൾ നേരത്തെ കണ്ടു, സർപ്പത്തിനും 7 തലയും 10 കൊമ്പും. അതേപോലെ തന്നെയാണ് മൃഗത്തിന് 7 തലയും 10 കൊമ്പും. അപ്പോൾ മുൻപ് സർപ്പത്തിന്റെ കാലത്ത് സർപ്പത്തിന്റെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന 7 സാമ്രാജ്യങ്ങളും അതിന്റെ 10 സാമന്ത രാജ്യങ്ങളും പോലെ ഇവിടെയും പുതിയതായിട്ട് 7 സാമ്രാജ്യങ്ങളും 10 സാമന്ത രാജ്യങ്ങളും ഇതാ പ്രവേശിക്കുകയാണ്, മൃഗവുമായിട്ട് കടന്നു വരികയാണ്. മൃഗം വരുമ്പോൾ മൃഗത്തിന്റെ ആധിപത്യത്തിലുള്ള 7 സാമ്രാജ്യങ്ങളും 7 സാമന്ത രാജ്യങ്ങളും. എന്നിട്ട് പറയുകയാണ്, ആ കൊമ്പുകളിൽ രത്നം പതിച്ചിരുന്നു, രത്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അവർ വെൽത്തി ആയിരുന്നു, സമ്പന്നരായിരുന്നു. തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമം ഉണ്ടായിരുന്നു. അവർ ദൈവത്തിന് വിരോധികളായിരുന്നു, ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, ദൈവത്തെ എതിർക്കുന്നവരായിരുന്നു, നിരീശ്വരവാദികളായിരുന്നു, ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും തള്ളിക്കളയുന്നവരായിരുന്നു, തള്ളിപ്പറയുന്നവരായിരുന്നു. പിന്നെ അതിന്റെ പ്രത്യേകത പറയുന്നുണ്ട്: ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലെ ആയിരുന്നു, അതിന്റെ കാലുകൾ കരടിയുടേത് പോലെയും വായ സിംഹത്തിൻ്റെത് പോലെയും എന്ന് പറയുന്നു. അതായത് ഭീകരമായ ഒരു സത്വമായിരുന്നു ഈ മൃഗം. സർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. അപ്പൊ സർപ്പത്തിന് ശക്തിയും അധികാരവും സിംഹാസനവും ഉണ്ടായിരുന്നു. അത് മൃഗത്തിന് കാഴ്ചവെക്കുകയാണ്. 4-ാം വചനത്തിൽ പറയുകയാണ്, മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അങ്ങനെ ഒരു ആരാധന സംഭവിക്കുകയാണ്. ദൈവത്തിന് നൽകുന്ന ആരാധന അവിടെ ഈ സാമ്രാജ്യങ്ങളിലെ വ്യക്തികൾ മൃഗത്തിനും സർപ്പത്തിനും നൽകുകയാണ്.